റീസൺസ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റ്. പ്രൊഫഷണൽ ഓഡിറ്റ് അതിന്റെ ഡെവലപ്മെന്റിന്റെ കാരണങ്ങൾ എന്തൊക്കെ? ഇതിലൊന്നാമത്തേത് എന്തൊക്കെ കാരണങ്ങളാലാണ് പ്രൊഫഷണൽ ഓഡിറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളതാണ്. ഇതിലൊന്നാമത്തേതാണ് റിനേസൻസ്. റിനേസൻസ് എന്ന് പറഞ്ഞാല് അത് പരമ്പരാഗതമായിട്ട് ഫ്യൂഡലായിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റിനേസൻസ് ആയിട്ടാണ് എന്ത് ചെയ്തത് ഈ പ്രൊഫഷണൽ ഓഡിറ്റ് വന്നത്. അത് റിനേസൻസോടുകൂടി മണി എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിലൊക്കെ മേജർ റോൾ വഹിക്കാൻ തുടങ്ങി. ദെൻ അതിൻ്റെ റിനേസൻസിൻ്റെ ഫലമായിട്ടുണ്ടായ മാറ്റം എന്നുള്ളത് മണി എന്നുള്ളത് പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നായി മാറി. അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് കൊണ്ടാണ് എന്ത് ചെയ്തത് പ്രൊഫഷണൽ ഓഡിറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നത്. രണ്ടാമത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം. അത് പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി ഇൻ ബുക്ക് കീപ്പിംഗ് വാസ് പബ്ലിഷ്ഡ് in 1494. ലൂക്ക പാക്യോളി 1494 ബുക്ക് കീപ്പിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അങ്ങനെ ആ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം ആരംഭിച്ചു. ദ സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ് വാസ് കേപ്പബിൾ ഓഫ് റെക്കോർഡിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് മെർക്കന്റൈൽ ട്രാൻസാക്ഷൻസ്. എല്ലാ മെർക്കന്റൈൽ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നായിരുന്നു ഡബിൾ എൻട്രി സിസ്റ്റം. ഈ ഡബിൾ എൻട്രി സിസ്റ്റം വന്നതും പ്രൊഫഷണൽ ഓഡിറ്റ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു റീസണായി. മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? Industrial revolution in 18th century resulted in the development of large-scale production, increase in number of joint stock companies. അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ മാറി ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ഫലമായിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആരംഭിച്ചു, റെയിൽവേസ്, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകളൊക്കെ വികസിച്ചു. With the government regulation on this institution, need for independent audit അവിടെ എന്ത് ചെയ്തു, അറോസ് ചെയ്തു എന്ന് പറയാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ടും ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്, പ്രൊഫഷണൽ ഓഡിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു റിനേസൻസ്, രണ്ടാമത്തെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം, ദെൻ മൂന്നാമത്തത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, നാലാമത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആരംഭിച്ചതും പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റ് ഫലമാണ്. പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചതെന്നാണ്. 19th സെഞ്ചുറിയിലാണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓഡിറ്റ് ഓഫ് കമ്പനീസിന്. കമ്പനീസ് ആക്ട് 1862 ആണ് അതെന്ത് ചെയ്തത്, അതിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ഒക്കെ പറയുന്നത്. The audit of companies' accounts was made compulsory by Amendment Act 1900. 1900 അമെൻഡ്മെന്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്തു, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആക്കി മാറ്റി. അതുപോലെ തന്നെ ഈ 1880 the Institute of Chartered Accountants was established in England and Wales. അതേപോലെ തന്നെ ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഫോളോ ദി ബ്രിട്ടീഷ് പാറ്റേൺ. ബ്രിട്ടീഷ് പാറ്റേൺ തന്നെ ഇന്ത്യ എന്ത് ചെയ്തു, ഫോളോ ചെയ്തു. ഓഡിറ്റ് ഓഫ് കമ്പനീസിന് വേണ്ടി ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് 1957 കണ്ടിന്യൂഡ് പ്രൊവിഷൻ ഫോർ ആനുവൽ ഓഡിറ്റ് ഓഫ് കമ്പനീസ്. ആനുവൽ ഓഡിറ്റ് ഓഫ് കമ്പനീസ് 1857 കണ്ടെയ്ൻഡ് പ്രൊവിഷൻസ് കണ്ടെയ്ൻ ചെയ്തിട്ട് 1957 ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ടിലാണ്.
The Companies Act 1913 made audit company compulsory ആക്കി മാറ്റി. 1913 ആക്ട് ഓഡിറ്റ് ഓഫ് കമ്പനീസ് എന്ത് ചെയ്തു, കമ്പൽസറി ആക്കി മാറ്റി. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് ഇനാക്റ്റഡ് ഇൻ 1949. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആക്ട് എന്ത് ചെയ്തു, 1949 എന്ത് ചെയ്തു, എനാക്ട് ചെയ്തു. The audit of profession was vested in a council of composed of elected representatives of chartered accountants and nominees of government. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സിലും അതേപോലെ തന്നെ നോമിനീസ് ഓഫ് ഗവൺമെന്റിലും എന്ത് ചെയ്തു, നിഷിദ്ധമായി ഒരു ഓഡിറ്റ് പ്രൊഫഷൻ എന്നുള്ളത്. അത് നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്തതിന് കാരണമായി എന്ന് പറയാം, പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിന് കാരണമായി എന്ന് പറയാം. Then in a Companies Act. Companies Act 1956. Companies Act 1956 അതിന്റെ സബ്സിക്വന്റ് അമെൻഡ്മെന്റ്സും ഡെവലപ്പ് ചെയ്തത് കോർപ്പറേറ്റ് കമ്പനീസ് ഈ പ്രൊഫഷണൽ ഓഡിറ്റിന് ഡെവലപ്മെന്റിലേക്ക് നയിച്ച കാരണങ്ങൾ കൂടിയാണ്. അതിൽ പ്രൊവിഷൻസ് ഓഫ് റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫ് കമ്പനീസ് ഉണ്ടായിരുന്നു. This act specifies that any independent professional with requisite qualifications are appointed as statutory auditors of the company. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായി നിയമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് അതിലുണ്ട്. കൂടാതെ furthermore elaborated provisions regarding the manner of appointment and powers and duties of auditor. അതിൽ തന്നെ എങ്ങനെയായിരിക്കണം അപ്പോയിൻമെന്റ് എന്നും അതുപോലെ അവർ പവേഴ്സ് ഡ്യൂട്ടീസ് ഒക്കെ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട്. 1959 എന്ത് ചെയ്തു, കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ആക്ട് പാസ് ചെയ്തു. This act gives recognition to accountants specialized in the profession of cost accountancy. കോസ്റ്റ് അക്കൗണ്ടൻസി പ്രൊഫഷനിലുള്ള ആളുകളെ അംഗീകരിക്കാൻ തുടങ്ങി ഈ ആക്ട് അനുസരിച്ച്, കോസ്റ്റ് വർക്ക്സ് അക്കൗണ്ടൻസ് ആക്ട് അനുസരിച്ച്. Section 233B of the Companies Act 1956 provide compulsory cost audit in the case of special companies. സ്പെഷ്യൽ കമ്പനീസിന്റെ കേസിൽ കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമാക്കി 1956 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 233B വകുപ്പ് അനുസരിച്ച്. 1984 ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്തു ടു പ്രൊവൈഡ് കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സർട്ടൻ അസസ്മെന്റ്. അസസ്മെന്റ് മാത്രം കമ്പൽസറി ആക്കി മാറ്റുന്ന പരിഷ്കാരം ഇൻകം ടാക്സ് ആക്ടിലും കൊണ്ടുവന്നു. ഈ പരിഷ്കാരമൊക്കെ ഈ പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്ന് പറയും. Then next, reason for development of professional audit. അതിൽ 6th ആയിട്ട് പറയുന്നത് നമ്മൾ 6th പോയിന്റ് ആയിട്ട് പറയാണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് രൂപം കൊടുത്തു. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് കമ്മിറ്റി സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി എന്ത് ചെയ്തു, ഫോം ചെയ്തു 1973. In 1977, International Federation of Accountants was set up, coordinating worldwide accounting profession. The International Federation of Accountants ഉണ്ടാക്കി. The International Auditing Practices Committee ഉണ്ടാക്കി. ഇഷ്യൂസ് അവർ ഇന്റർനാഷണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കാൻ വേണ്ടി തുടങ്ങി. ഇത്തരത്തിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ അക്കൗണ്ടിങ്ങും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓഡിറ്റിംഗും എന്ത് ചെയ്തു, പ്രൊഫഷണൽ ഓഡിറ്റിങ്ങിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചു എന്ന് പറയാം. കോർട്ട് ജഡ്ജിമെന്റ്സ്, ചില കോടതി വിധികളും പ്രൊഫഷണൽ ഓഡിറ്റിങ്ങിലേക്ക് നയിച്ചു എന്ന് പറയാം. ചില കോടതി വിധികൾ. Various court judgments have made it easier to sue the auditors. They have also helped establishing the generally accepted accounting principles and auditing standards and liabilities of auditor to third party. ഓഡിറ്റർ ലയബിലിറ്റീസ് വിശദീകരിക്കുന്നതൊക്കെ കോർട്ട് ജഡ്ജ്മെന്റ്സിലൂടെയാണ്. അത്തരത്തിൽ കോർട്ട് ജഡ്ജ്മെന്റ്സും അങ്ങനെ നോക്കുമ്പോൾ പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിന് കാരണമായി എന്ന് പറയാം. ഓഡിറ്റർ ലയബിലിറ്റീസ് എന്തൊക്കെയെന്നൊക്കെ നിർണ്ണയിക്കുന്നത്, നിശ്ചയിച്ചതൊക്കെ ചില കോർട്ട് ജഡ്ജ്മെന്റ്സ് ആണ്. ഈ കോർട്ട് ജഡ്ജ്മെന്റ്സും അതുപോലെ തന്നെ പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിന് കാരണങ്ങളായി തീർന്നു എന്ന് പറയാം.
then കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് മേഖലയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഈവൻ സ്മോൾ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റുകൾ വരെ കമ്പ്യൂട്ടർ യൂസ് ചെയ്താൻ തുടങ്ങി. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യേണ്ടി വരുന്നു? അവരുടെ അപ്രോച്ച് ചെയ്യേണ്ടി വേണ്ടി വന്നു. അത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആകുമ്പോൾ ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണെങ്കിൽ അവർ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യും? ഡയറക്ട്ലി ഇൻറ്റു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കായിരിക്കും എൻറോൾ ചെയ്യപ്പെടുന്നുണ്ടാവുക. സപ്പോർട്ടിങ് സിസ്റ്റം ഒന്നൊന്ന് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാവണമെന്നില്ല. സമ്മറി ഓഫ് ഡാറ്റ പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് അതുപോലെ ഡാറ്റ സ്റ്റോർ കമ്പ്യൂട്ടേഴ്സ് susceptible to unauthorized access alterations. Unauthorized accessന് alteration ഒക്കെ കാരണം പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വാല്യുവേഷൻ ഓഫ് സിസ്റ്റം പ്രൊസീജിയർ ആൻഡ് കൺട്രോൾ. സിസ്റ്റം പ്രൊസീജിയർ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും ഓഡിറ്റിങ്ങിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. അത്തരത്തിലത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും എന്ത് ചെയ്തു? പ്രൊഫഷണൽ ഓഡിറ്റിന്റെ റീസണായി മാറി. Then next, auditing practices. അത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പുറമെ ICAI ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഓൺ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഓഡിറ്റ്. ICAI പുറപ്പെടുവിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് ബന്ധപ്പെട്ട. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ICAI ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അത്തരത്തിൽ ഓഡിറ്റ് പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിന് കാരണമായി എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെബി ആക്ട് ആണ്. സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1992 ആക്ട് ആണ് കൊണ്ടുവന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് റെഗുലേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഇറ്റ് ദസ് എൻഹാൻസ് ദി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഡിറ്റർ. ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്ട് വരുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, സെക്യൂരിറ്റി മാർക്കറ്റിന്റെ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. കൂടാതെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റർ റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സെബി ആക്ട് എന്താണ്? പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ച ഒന്നാണെന്ന് പറയാം. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്. എന്താ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ? കോർപ്പറേറ്റ് സെക്ടറിന്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒന്നാണ്. അത് പുതിയ ന്യൂ മന്ത്രാസ് ആണ്. ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ കോർപ്പറേറ്റ് സെക്ടറിൽ എന്ത് ചെയ്ത് മാനേജ്മെന്റിൽ എന്ത് ചെയ്ത് വർക്ക് ചെയ്യുന്ന പുതിയ ഒരു ന്യൂ മന്ത്രാസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്.
ഒരു പ്രധാനപ്പെട്ട എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ട്രാൻസ്പാരൻസി പെർഫെക്റ്റഡ് ത്രൂ ഗുഡ് ഗവേണൻസ്. നല്ല ഗവേണൻസോട് കൂടി എന്ത് ചെയ്യും, ട്രാൻസ്പാരൻറ്റി എന്ത് ചെയ്യപ്പെടും, പെർഫെക്റ്റ് ചെയ്യപ്പെടും. And it also assures the board of management and the auditors are accountable to shareholders. ഇതെന്ത് ചെയ്യുന്നു, ബോർഡ് ഓഫ് മാനേജ്മെന്റ് അതുപോലെ ഓഡിറ്റേഴ്സും ഷെയർഹോൾഡേഴ്സിനെ അക്കൗണ്ടബിൾ ആക്കി മാറ്റുന്നു. The system of checks and balance between the key players, the board of management and auditors. ഇതെന്ത് ചെയ്യുന്നു, സിസ്റ്റം ചെക്ക് ചെയ്യുന്നു ആൻഡ് ബാലൻസ് ബിറ്റ്വീൻ ദി കീ പ്ലേയേഴ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു ദ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന്റെയും ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളൊക്കെയും വിലയിരുത്തുന്ന ഒന്നായിട്ടാണ് എന്തുള്ളത്, കോർപ്പറേറ്റ് ഗവേണൻസ് പ്രവർത്തിക്കുന്നത്. ദെൻ മറ്റൊന്നാണ് എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസിന്റെ എമർജൻസ്, ഇത് ഓഡിറ്റിങ്ങിന് എന്ത് ചെയ്തിട്ടുണ്ടോ, കാരണം ഓഡിറ്റിങ്ങിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചിട്ടുണ്ടോ നോക്കാം. എമർജൻസ് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതോടുകൂടി ഓഡിറ്റിംഗ് രംഗത്ത് മൾട്ടിനാഷണൽ കമ്പനീസ് വന്നു. മൾട്ടിനാഷണൽ കമ്പനീസ് ചോദറൈസ് സെയിം ഓഡിറ്റിംഗ് ഫേം ടു ഓഡിറ്റ് ദർ കമ്പനീസ് അക്കൗണ്ട് വേൾഡ് വൈഡ്. മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതോടുകൂടി, മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് നിലകൊള്ളുകയും മറ്റു രാജ്യങ്ങളിൽ കൂടി അതിൻ്റെ ബിസിനസ് വ്യാപിക്കുകയും ചെയ്തിട്ടുള്ള കമ്പനീസാണ്. ഇത്തരം കമ്പനീസിൻ്റെ രൂപം കൊണ്ടതോടുകൂടി എന്ത് ചെയ്തു, പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് അതും നയിച്ചു എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ടേക്കിംഗ് അപ്പ് ഓഡിറ്റ് വർക്ക് ഇൻ US. US-ലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ 2006 ഡിസൈഡ് ചെയ്ത് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു, റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്തതോടുകൂടി ICAI ഉള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റി, US-ൽ കൂടി എന്ത് ചെയ്തു, ഓഡിറ്റ് വർക്ക് ഏറ്റെടുക്കാനുള്ള അനുമതി ഉണ്ടായി. ആ അനുമതി നൽകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഓഫ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അതിലുള്ള ആളുകൾക്കാണ്. അതിന് സാധ്യമാവുന്ന രീതിയിലുള്ള പരിഷ്കാരം എന്ത് ചെയ്തു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ പരിഷ്കാരം കൊണ്ടുവന്നതോടുകൂടി എന്ത് ചെയ്തു, റെസ്ട്രിക്ഷൻസ് ഒക്കെ, ഓഡിറ്റ് വർക്ക് US-ലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, ഇല്ലാതായി. സാധാരണയായി ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് ജനറൽ ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ഗ്യാപ്പ് എന്നുള്ളതാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് സർട്ടിഫിക്കേഷനും സർട്ടിഫിക്കേഷന് വേണ്ടി റിസോഴ്സസിന് വേണ്ടി വന്നിട്ടാണ് US-ന് ചെയ്തത്. അങ്ങനെയാണ് US എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഓഡിറ്റേഴ്സിനെ എന്ത് ചെയ്യാൻ അനുവദിക്കാൻ തുടങ്ങുന്നത്. ഗ്യാപ്പ് ഫോളോ ചെയ്തിട്ട് തന്നെയാണോ അക്കൗണ്ടിങ് നിർവഹിച്ചത് എന്നുള്ളത്, അക്കൗണ്ടിങ്സ് എൻട്രീസ് ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കാനുള്ളതാണ് ഓഡിറ്റർ ജോലി. ആ ജോലി അതിന് ആ ഒരു റിസോഴ്സസ് ആവശ്യകത വർദ്ധിച്ചതോടുകൂടി US എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്നുള്ള ഓഡിറ്റർക്കും ഓപ്പർച്യൂണിറ്റീസ് നൽകുകയുണ്ടായി. ഇന്ത്യയിലുള്ള ഓഡിറ്റർക്കുള്ള റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു എന്ന് പറയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് റിനേസൻസ് ആണ് ഓഡിറ്റിംഗ് പ്രൊഫഷൻ എന്ത് ചെയ്തത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. നാലാമത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്.
Then introduction of double entry system, SEBI, Companies Act, emergence of MNCs, auditing practices, court judgments, corporate governance, computerized accounting. Then removal of restrictions on taking up of audit work in US. ഇത്രയും റീസൺസ് ആണ് ഓഡിറ്റിംഗ് പ്രാക്ടീസ് എന്ത് ചെയ്തത് ഡെവലപ്പ് ചെയ്ത് പ്രൊഫഷണൽ ഓഡിറ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് നയിച്ചത്.